അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ് എന്ന മഹൽ രചനയിൽ നിന്നുള്ള ഈ ക്ലാസ്സുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ, ശ്രോതാക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി നമസ്കാരത്തിൻ്റെ വാജിബുകൾ എണ്ണിയതാണ് ഇവിടെ പഠിക്കുകയുണ്ടായത്. തുടർന്ന് അദ്ദേഹം പറയുന്നത് നമസ്കാരത്തിൻ്റെ മുസ്തഹബായ കാര്യങ്ങളാണ്. നമസ്കാരത്തിൽ സുന്നത്തുകളായ പ്രതിഫലാർഹമായ കാര്യങ്ങൾ, നമസ്കാരത്തിലെ സുന്നത്തുകൾ അത് വിഗണിക്കാവതല്ല, സുന്നത്തുകളല്ലേ എന്ന ലാഘവത്വം പാടുള്ളതല്ല. എന്നാൽ ഒരാളിൽ നിന്ന് ഈ സുന്നത്തുകൾ വിട്ടുപോയാൽ അയാളുടെ നമസ്കാരം അസാധുവാകുകയോ ബാത്തലാവുകയോ അത് നഷ്ടമായി എന്നതിൻ്റെ പേരിൽ സഹ്വിൻ്റെ സുജൂദ് അനിവാര്യമാവുകയോ ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമസ്കാരത്തിലെ മുസ്തഹബുകൾ, സുന്നത്തുകൾ. ഗ്രന്ഥകാരൻ ആ വിഷയത്തിൽ പറയുന്നത് അറാബിഉ അൽ മുസ്തഹബു. അറാബിഉ നാലാമത്തേത്, അൽ മുസ്തഹബു നമസ്കാരത്തിൽ പ്രതിഫലാർഹമായ സുന്നത്തായ കാര്യങ്ങളാകുന്നു. ഈ നാലാമത്തേതെന്ന് പറഞ്ഞാൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് 1, 2, 3, 4 ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പ്രതിപാദ്യമായല്ലോ. നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ, നമസ്കാരത്തിൻ്റെ റുക്നുകൾ, നമസ്കാരത്തിൻ്റെ വാജിബുകൾ, പിന്നെ ഇപ്പോൾ നമസ്കാരത്തിൻ്റെ മുസ്തഹബുകൾ. തുടക്കത്തിൽ നമസ്കാരത്തിൽ തഹാറത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതാണ് ഇവിടെ നാലാമത് അറാബിഉ, നാലാമത്തേത് അൽ മുസ്തഹബു എന്ന് പറയപ്പെടുന്നത്, ഗ്രന്ഥകാരൻ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അറാബിഉ അൽ മുസ്തഹബു മിൻഹു ഖൗലുൻ കൽ ഇസ്തിഫ്താഹി വത്തഅവ്വുദി വൽ ബസ്മലതി വമാ സാദ അനിൽ മർറതി ബിത്തസ്ബീഹി വസുആലിൽ മഗ്ഫിറതി വനഹ്വി ദാലിക് വമിൻഹു ഫിഅലുൻ കർറഫ്ഇ വൽ വദ്ഇ വനഹ്വി ദാലിക്. മിൻഹു അനി മിനൽ മുസ്തഹബ്, നമസ്കാരത്തിൽ പ്രതിഫലാർഹമായ സുന്നത്തായ കാര്യങ്ങളിൽ ഉണ്ട് ഖൗലുൻ, വാക്കുകളായി വാമൊഴിയായി നിർവഹിക്കപ്പെടുന്നവ. കൽ ഇസ്തിഫ്താഹ്, ദുആഉൽ ഇസ്തിഫ്താഹ് പോലുള്ളത്. ദുആഉൽ ഇസ്തിഫ്താഹ് തക്ബീറത്തുൽ ഇഹ്റാമിനെ തുടർന്ന് നിർവഹിക്കുന്നത് നമസ്കാരത്തിൽ സുന്നത്തായ കർമ്മമാണ്, വാക്കാലുള്ള കർമ്മം. പിന്നെ വത്തഅവ്വുദി, തഅവ്വുദ് ഇസ്തിആദത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം അല്ലെങ്കിൽ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം പോലുള്ള ഇസ്തിആദത്തിൻ്റെ തേട്ടം. വൽ ബസ്മല, അതേപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബസ്മല നിർവഹിക്കൽ മുസ്തഹബാണ്. വമാ സാദ അനിൽ മർറതി ഫി തസ്ബീഹ്, തസ്ബീഹിൽ ഒരു തവണയേക്കാൾ കൂടുതൽ നിർവഹിക്കൽ. ഇപ്പോൾ റുക്കൂഇൽ സുബ്ഹാൻ റബ്ബിയൽ അദീം എന്നൊരു തവണ നിർവഹിച്ചാൽ വാജിബ് വീടി, പക്ഷെ അത് ഒന്നിലേറെ തവണ നിർവഹിക്കൽ മുസ്തഹബാണ്. അതാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. അതേപോലെ സുജൂദിൽ തസ്ബീഹ് സുബ്ഹാന റബ്ബിയൽ ആല, അത് ഒന്നിലേറെ നിർവഹിക്കൽ മുസ്തഹബാണ്. അതേപോലെ വസുആലിൽ മഗ്ഫിറത്തിന് വേണ്ടിയിട്ടുള്ള തേട്ടം, ചോദ്യം, മഗ്ഫിറത്തിന് വേണ്ടി തേടുന്നത് എവിടെയാണ്? 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലെങ്കിൽ റബ്ബി ഗ്ഫിർലി എന്നുള്ള തേട്ടം, അത് റബ്ബി ഗ്ഫിർലി എന്ന് ഒന്നിലേറെ തേടുന്നത് മുസ്തഹബാണ്. ഒരു പ്രാവശ്യം അത് വാജിബ് വീടാനാണ്. പിന്നെ ഗ്രന്ഥകാരൻ പറയുന്നത് വനഹ്വി ദാലിക്, ഇതുപോലെ വേറെയും വാചികമായി വാമൊഴിയായി നിർവഹിക്കേണ്ട മുസ്തഹബുകൾ, പ്രതിഫലാർഹമായ സുന്നത്തായ കാര്യങ്ങൾ നമസ്കാരത്തിൽ വേറുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് വഴിയെ ഉണർത്താം. പിന്നെ ഗ്രന്ഥകാരൻ പറയുന്നു വമിൻഹു ഫിഉലുൻ വമിനൽ മുസ്തഹബ്, നിസ്കാരത്തിൽ മുസ്തഹബായ കാര്യങ്ങളിൽ പെട്ടതാണ് ഫിഉലുൻ. പിന്നെ ചില പ്രവൃത്തികൾ വാമൊഴിയായി നിർവഹിക്കുന്നത് പറഞ്ഞു. അതേപോലെ പ്രവൃത്തികളായിട്ടുള്ള കർമ്മങ്ങളും മുസ്തഹബായവയുണ്ട്. ഏതുപോലെ കർറഫ്ഇ വൽ വദ്ഇ വനഹ്വി ദാലിക്. റഫ് പോലെ എന്താണ്? റഫുൽ യദൈൻ, കൈകൾ ഉയർത്തൽ. ഇപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുമ്പോൾ കൈകൾ ചെവിക്ക് നേരെ ഉയർത്തുക, അല്ലെങ്കിൽ ചുമലിന് നേരെ ഉയർത്തുക. അതേപോലെ റുക്കൂയിലേക്ക് പോകുമ്പോൾ കൈകൾ ഉയർത്തുക. അതേപോലെ റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ കൈകൾ ഉയർത്തുക. 2ാമത്തെ റക്അത്തിലെ തശഹൂദിൽ നിന്ന് 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ കൈകൾ ഉയർത്തുക. അതൊക്കെ മുസ്തഹബാണ്. അതേപോലെ വൽ വദ്ഇ, കൈ വെക്കുക. വദ്ഉ എന്നാണ് വെക്കുക. അപ്പോൾ വൽ വദ്ഉ, കൈ വെക്കുക. ഇപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുമ്പോൾ 2 കൈകൾ ചെവിക്ക് നേരെ ഉയർത്തി അല്ലെങ്കിൽ ചുമലിന് നേരെ ഉയർത്തി, പിന്നെ അത് വലത് കൈ ഇടത് കൈയിന്മേലായി വെക്കുക, അത് നെഞ്ചിൽ വെക്കുക. അത് ഒരു കഫ് മുൻകൈ മറ്റേ
മുൻകൈയിൽ വെക്കുക, അല്ലെങ്കിൽ വലത് കൈ അതുകൊണ്ട് ഇടത് കൈയിൻ്റെ ഈ മുൻകൈയും മുഴങ്കൈയും ജോയിൻ്റ് ആകുന്ന സ്ഥലത്ത് പിടിക്കുക, അല്ലെങ്കിൽ മുഴങ്കൈയിൽ വെക്കുക തുടങ്ങിയതൊക്കെ മുസ്തഹബായ ഫിഅലുകളിൽപ്പെട്ടതാണ്, പ്രവൃത്തികളിൽപ്പെട്ടതാണ് നിസ്കാരത്തിൽ. വനഹ്വി ദാലിക്, ഇതുപോലെ വേറെയും പ്രവൃത്തികളുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ഇന്ന് മനസ്സിലാക്കുന്നത് ഈ നമസ്കാരത്തിൽ മുസ്തഹബായ വാമൊഴികൾ, മുസ്തഹബായ പ്രവൃത്തികൾ, അതാണ് ഇൻഷാ അല്ലാഹ് തുടർന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വാമൊഴിയായി ഗ്രന്ഥകാരൻ വനഹ്വി ദാലിക്, ഇതുപോലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ദുആഉൽ ഇസ്തിഫ്താഹിനെ പറഞ്ഞു, അതേപോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഇസ്തിആദത്ത് നടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞു, ബിസ്മി ചൊല്ലുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഗ്രന്ഥകാരൻ ഇവിടെ ഉണർത്തി സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആമീൻ പറയുക. ഇമാം വലദ്ദാല്ലീൻ എന്ന് ഓതി, അല്ലെങ്കിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ വലദ്ദാല്ലീൻ എന്ന് സൂറത്തുൽ ഫാത്തിഹൻ്റെ അവസാനത്തിൽ ഓതിയിട്ട് പിന്നെ ആമീൻ എന്ന് പറയൽ, അത് ശബ്ദം നീട്ടി ശബ്ദമുയർത്തി പറയൽ, അത് സുന്നത്താണ്. ഇമാം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ് ആമീൻ പറയുക. അപ്പം മലക്കുകൾ ആമീൻ പറയും. വിശ്വാസം മതങ്ങൾ പറഞ്ഞിട്ട് ആമീൻ മലക്കുകൾ പറയുന്നതിനോടൊപ്പമായിട്ടുണ്ട് എങ്കിൽ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ള കാര്യം ഇമാമിനെ മുൻകടക്കാത്ത രീതിയിൽ ആമീൻ പറയുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ സൂറത്തുൽ ഫാത്തിഹ ഓതിയതിന് ശേഷം ആദ്യത്തെ 2 റക്അത്തുകളിൽ ഒരു സൂറത്ത് ഓതൽ, അല്ലെങ്കിൽ സൂറത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഓതൽ, എളുപ്പമായത് ഓതൽ, അത് ഇപ്രകാരം ഖൗലിയായ സുന്നത്താണ്. ഇതുപോലെ ഇഅ്തിദാലിൽ നിന്നാൽ റബ്ബന വലക്കൽ ഹംദ്, അല്ലെങ്കിൽ റബ്ബന ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്, ഇങ്ങനെ ഹംദ് നിർവഹിക്കുക. അതിൻ്റെ ബാക്കി, ഹംദിൻ്റെ ബാക്കി ഭാഗം മിൽ അസ്സമാവാതി വമിൽ അൽ അർദി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദു, ഇങ്ങനെ, അല്ലെങ്കിൽ അഹ്ലസ്സനാഇ വൽ മജ്ദി അഹഖു മാ ഖാലൽ അബ്ദ് വകുല്ലുനാ ലക അബ്ദ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത് വലാ മുഅ്തിയ ലിമാ മനഅത് വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, ഇങ്ങനെ ഹംദിൻ്റെ ആ വചനങ്ങൾ അത് പൂർത്തീകരിച്ച് ചെല്ലുക. ഇതേപോലെ സുജൂദിൽ ദുആ വർദ്ധിപ്പിക്കുക. അപ്രകാരം തശഹൂദിനും സലാത്തിന് ശേഷമുള്ള ദുആ ഏറ്റവും കേൾക്കപ്പെടുന്ന ദുആകളിൽ എണ്ണപ്പെട്ടതാണ്. അതേപോലെ തന്നെ 4 കാര്യങ്ങളിൽ നിന്നുള്ള അഭയത്തേട്ടം, അല്ലാഹുമ്മ അഊദു ബിക മിൻ അദാബി ജഹന്നം, അല്ലാഹുമ്മ അഊദു ബിക മിൻ അദാബി അൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ഇങ്ങനെയുള്ള ഈ അഭയത്തേട്ടങ്ങൾ ഇതൊക്കെ ഈ ഗ്രന്ഥകാരൻ വനഹ്വി ദാലിക് എന്ന് പറഞ്ഞതിൻ്റെ ഗണത്തിൽപ്പെട്ടതാണ്. അതായത് ഖൗലിയായി വമിൻഹു ഖൗലുൻ, മുസ്തഹബായ കാര്യങ്ങളിൽ ഖൗലുണ്ട് എന്ന് പറഞ്ഞല്ലോ. വാമൊഴിയായി വാക്കായി നിർവഹിക്കപ്പെടുന്ന മുസ്തഹബായ കർമ്മങ്ങളുണ്ട്. അതേപോലെ പിന്നെ വമിൻഹു ഫിഅലുൻ എന്ന് പറഞ്ഞ് ഫിഅലുണ്ട്, പ്രവൃത്തിയുണ്ട്. അപ്പോൾ നിസ്കാരത്തിൽ മുസ്തഹബായ പ്രവൃത്തികൾ ഏതാനും കാര്യങ്ങൾ ഇവിടെ ഗ്രന്ഥകാരൻ എണ്ണുകയുണ്ടായി, നമ്മളത് ഇവിടെ വായിക്കുകയുണ്ടായി. റഫ് എന്ന് പറഞ്ഞാൽ കൈകൾ ഉയർത്തൽ, വദ് എന്ന് പറഞ്ഞാൽ കൈകൾ വെക്കൽ. അത് പിന്നെ ചില ഭാഗങ്ങൾ നമ്മളിവിടെ പറയുകയുണ്ടായി. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ നമസ്കാരത്തിൽ സുജൂദിൻ്റെ സ്ഥാനത്തേക്കുള്ള നോട്ടം. അതേപോലെ നമ്മൾ പതുക്കെ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ പാരായണവും അതേപോലെ ദിക്റുകളും ദുആവുകൾ തസ്ബീഹൊക്കെ നിർവഹിക്കൽ, പതുക്കെയാക്കൽ. സലാത്ത് സിറിയാണ്, രഹസ്യ നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ രഹസ്യമാക്കണം. അത് മറ്റുള്ളവർ കേൾക്കുന്ന രീതിയിൽ ഓതാൻ പാടുള്ളതല്ല, നിർവഹിക്കാൻ പാടുള്ളതല്ല. തസ്ബീഹ് ആകട്ടെ, ദുആ ആകട്ടെ, ഖിറാഅത്താകട്ടെ, അതൊക്കെ സിറിയായിരിക്കണം. അത് പിന്നെ ഇതുപോലെ പ്രവൃത്തികളിൽപ്പെട്ടതാണ് റുക്കൂഇൽ വിരലുകൾ വിടർത്തി മുൻകൈ കൊണ്ട് കാൽമുട്ടുകൾ പിടിക്കുക എന്നുള്ളത്. കാൽമുട്ടുകളെ നമ്മൾ പിടിക്കുന്നത് പോലെ വിരലുകൾ വിടർത്തിയിട്ടായിരിക്കണം റുക്കൂഇൽ ഉണ്ടാകേണ്ടത്. അതേപോലെ റുക്കൂഇൽ നമ്മുടെ മുതുക് നിവർത്തുക, തലയും മുതുകും നേരെയാക്കുക. ഹദീസിൻ്റെ പ്രയോഗങ്ങളിൽ നമ്മളത് വായിക്കും. ഹത്തലു സബ്ബ അലൈഹിൽ മാഉ ലസ്തഖർ, വെള്ളം ഒഴിച്ചാൽ അത് അവിടെ നിൽക്കുമാറ് മുതുക് നിവർത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കാൻ പാടില്ല. അതേപോലെ ചുമല് മുതുക് താഴ്ത്തി തല ഉയർത്തി നിൽക്കാൻ പാടില്ല. നേരെ ആക്കുക എന്നുള്ളതാണ് കഴിയുന്നത്ര. അത് മുസ്തഹബാണ്. അതേപോലെ റുക്കൂ നിർവഹിക്കുമ്പോൾ നമ്മളുടെ മുട്ടിൻ കൈ ആ ഭാഗം നമ്മുടെ പാർശ്വങ്ങളിൽ നിന്ന് അകറ്റി പിടിക്കുക, അങ്ങനെ കൂട്ടിപ്പിടിക്കാതെ പാർശ്വങ്ങളിൽ നിന്ന് അകറ്റി പിടിക്കുക എന്നുള്ളത്. ഇപ്രകാരം ഇപ്പോൾ സുജൂദിലേക്ക് പോകുമ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ആദ്യം കാൽമുട്ടാണോ കുത്തേണ്ടത് അതല്ല കൈയാണോ കുത്തേണ്ടത്? അതേപോലെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം കൈയാണോ കുത്തേണ്ടത് അതല്ല
കാൽമുട്ടാണ് എല്ലാണോ ഊന്നി എഴുന്നേൽക്കേണ്ടത്? ഖിലാഫിയായ മസലയാണ്, അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ്. എന്തായാലും റുക്കൂൽ എഴുത്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പൊളിഞ്ഞിട്ട് വീഴാൻ പാടില്ല, ഒന്നായിട്ട് ഇങ്ങോട്ട് പോയി വീഴാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ സുജൂദിൽ നിന്ന് ഒന്നായിട്ട് ചടകുടഞ്ഞ് എഴുന്നേൽക്കാനും പാടുള്ളതല്ല. അത് രണ്ടും ഖുശൂഇനെ, ഭക്തിയെ ബാധിക്കും. ഖുശൂഓടുകൂടിയാണ് നിസ്കരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കാൽമുട്ടിൽ കുത്തി കൈകുത്തി സുജൂദിലേക്ക് പോയാലും കാൽമുട്ടിൽ ഊന്നി അല്ലെങ്കിൽ കയ്യിൽ ഊന്നിയിട്ട് എഴുന്നേറ്റ് നിന്നാലും രണ്ടും പണ്ഡിതന്മാർ ഉണർത്തിയ അഭിപ്രായങ്ങളാണ്. പക്ഷേ ഖുശൂഇനെ ഭേദിക്കാത്ത രീതിയിൽ എഴുന്നേൽക്കുക, സുജൂദിലേക്ക് പോവുക എന്നുള്ളതാണ് പ്രധാനം. സുജൂദിലേക്ക് പോകുമ്പോൾ കാൽമുട്ടാണോ ആദ്യം വെക്കേണ്ടത്, അതല്ല കൈയാണ് ആദ്യം കുത്തേണ്ടത്? അഭിപ്രായ വ്യത്യാസമാണ്. തെളിവുകളുടെ ബലം കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൈ കുത്തിയിട്ട് പിന്നെ കാൽമുട്ട് കുത്തി സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ എഴുന്നേൽക്കുമ്പോൾ കയ്യിൽ ഊന്നി എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഇനി ഒരാൾ കാൽമുട്ടിൽ ഊന്നി എഴുന്നേറ്റാലും ചില ഹദീസുകൾ ആ വിഷയം അറിയിക്കുന്നുണ്ട്. സുജൂദിൽ നമ്മൾ കൈ നിലത്ത് വെക്കണം, മുൻകൈ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വിരലുകൾ റുക്കോയിൽ വിടർത്തി പിടിച്ചിട്ടാണ് മുട്ടിൽ പിടിക്കേണ്ടത്. എന്നാൽ സുജൂദിൽ വിരലുകൾ അടുപ്പിച്ച് പിടിച്ചാണ് വെക്കേണ്ടത്. അപ്പോൾ വിരലുകൾ കിബിലയുടെ ഭാഗത്തേക്ക് നീട്ടി വിരലുകൾ അടുപ്പിച്ച് പിടിച്ച് സുജൂദ് ചെയ്യുക. എന്നാൽ കാൽവിരലുകൾ സുജൂദിൽ കാൽ പാദത്തെ നമ്മൾ അമർത്തുമ്പോൾ വിരലുകൾ വിടർത്തിക്കൊണ്ടാവുക. അപ്പോൾ കാൽ പാദം അമർത്തി വിരലുകൾ കിബിലയുടെ ഭാഗത്തേക്കാകും വിധം എന്ത് ചെയ്യുക, അമർത്തുക. അപ്പോൾ വിരലുകൾ വിടർന്നു നിൽക്കും. കൈവിരലുകളെ കൂട്ടിപ്പിടിക്കുകയും കാൽവിരലുകളെ വിടർത്തുകയും ചെയ്യുക എന്നുള്ളത് പ്രവൃത്തി പരത്തിൽ മുസ്തഹബായ കർമ്മമാണ്. അതേപോലെ തന്നെ ആ വിരലുകൾ സുജൂദിൽ കൈവിരലുകളും കാൽവിരലുകളും കിബിലയെ അഭിമുഖീകരിപ്പിക്കുക എന്നുള്ളത്. അതേപോലെ സുജൂദിൽ നമ്മളുടെ കണങ്കൈ, മുഴങ്കൈ ഭാഗം വിടർത്തുക എന്നുള്ളത്, നമ്മുടെ പാർശ്വങ്ങളിൽ നിന്ന് വിടർത്തുക എന്നുള്ളത്, പറ്റ കൂട്ടിപ്പിടിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ആട്ടിൻകുട്ടികൾക്കൊക്കെ നടന്നു പോകാവുന്ന രീതിയിൽ പാർശ്വങ്ങളിൽ നിന്ന് കൈകളെ അകറ്റിയിരുന്നു എന്നുള്ളത് നമ്മൾ തെളിവുകൾ വായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാൽത്തുടയോട് നമ്മുടെ വയറ് ഒട്ടി നിൽക്കാൻ പാടുള്ളതല്ല സുജൂദിൽ. കാൽത്തുടയിൽ നിന്ന് വയറൽപ്പം അകറ്റുന്ന രീതിയിലായിരിക്കണം സുജൂദ്. അതേപോലെ കാൽത്തുടകൾ കണങ്കാലിൽ ഒട്ടാൻ പാടുള്ളതല്ല. പിന്നെയോ കണങ്കാലിൽ നിന്ന് കാൽത്തുടകൾ അകന്നു നിൽക്കണം. അതേപോലെ രണ്ട് കാൽത്തുടകൾ കൂട്ടി പിടിച്ചുള്ള സുജൂദ് പാടുള്ളതല്ല, അത് അല്പം അകന്നായിരിക്കണം. അപ്പോൾ കാൽത്തുടകളെ അന്യോന്യം അകറ്റി, തുടകളും കണങ്കാലും അകറ്റി, വയറും തുടയും അകറ്റിക്കൊണ്ടുള്ള സുജൂദായിരിക്കണം. എന്ന് പറഞ്ഞെങ്കിൽ പറ്റ കൂനിക്കൂടി വീഴാൻ പാടുള്ളതല്ല, എന്നാലോ പറ്റ അകന്നുകൊണ്ടുള്ളതാകാൻ പാടുള്ളതല്ല. അതൊക്കെ ഖുശൂഇനെ ബാധിക്കും. ഇങ്ങനെ മനസ്സാന്നിധ്യത്തെ നമസ്കാരത്തിൽ നിന്ന് കെടുത്തുന്ന പ്രവൃത്തികളാണ് ഇങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് ഇതിലൊക്കെ ഒരു ആശ്വാസമുള്ള രീതിയിൽ നിർവഹിക്കാനുള്ള കൽപ്പനയുള്ളത്, അല്ലെങ്കിൽ സുന്നത്ത് വന്നിട്ടുള്ളത്. നമസ്കാരത്തിൻ്റെ അമലിയായ പ്രവൃത്തിപാത്രമുള്ള സുന്നത്തുകളിൽപ്പെട്ടതാണ് ഇതൊക്കെ. സുജൂദ് നിർവഹിക്കുമ്പോൾ നമ്മളുടെ കൈകൾ ചെവിക്കുന്നിക്ക് നേരെ അല്ലെങ്കിൽ ചുമലിന് നേരെ നിലത്ത് വെക്കുക എന്നുള്ളത്. അതേപോലെ സുജൂദ് നിർവഹിക്കുമ്പോൾ നമ്മളുടെ കണങ്കാലുകൾ കാൽപാദങ്ങളൊക്കെ ചേർത്ത് നാട്ടിക്കുത്തുക എന്നുള്ളത്. സുജൂദിൽ നമ്മുടെ കാൽപാദങ്ങളും മടമ്പിൻ കാലുകളും ചേർത്ത് നാട്ടിക്കുത്തുക എന്നുള്ളത് ഇതുപോലെ സുന്നത്താണ്. പിന്നെ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം, ഇടതുകാല് പരത്തി കിടത്തി വലതുകാല് നാട്ടിക്കുത്തിയിട്ടുള്ള ഇരുത്തം, ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. പിന്നെ ഇരുത്തത്തിൽ വലതുകാൽ തുടയിലും ഇടതുകാലിന്മേലും വെക്കുക എന്നുള്ളത്. അതേപോലെ തശഹുദ് നിർവഹിക്കുമ്പോൾ മുഴങ്കൈകൾ അത് കാൽത്തുടകളിൽ വെക്കുക എന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ട് മാത്രം കൈകൊണ്ട് പിടിച്ച് ഈ മുഴങ്കൈയിനെ ഉയർത്തി പിടിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. വേണ്ടത് കാൽമുട്ട് നമ്മൾ പിടിക്കുമ്പോൾ നമ്മളുടെ മുഴങ്കൈ അത് കാൽത്തുടയിൽ തട്ടിച്ചു വെക്കുക എന്നുള്ളതാണ്. എപ്പോൾ? ഇരുത്തത്തിൽ, തശഹുദിൻ്റെ ഇരുത്തത്തിലും അതേപോലെ തന്നെ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലൊക്കെ ആ രീതിയാണ് പുലർത്തേണ്ടത്. തശഹുദിൽ നമ്മുടെ ഖിൻസറും അതേപോലെ ബിൻസറും, ബിൻസർ ചെറുവിരലും അതേപോലെ മോതിരവിരലും എന്ത് ചെയ്യുക, അത് ചുരുട്ടി പിടിക്കുക. തള്ളവിരലും അതേപോലെ മധ്യവിരലും അത് വൃത്താകൃതിയിൽ പിടിക്കുക. എന്നിട്ട് നമ്മുടെ സബ്ബാഹ അല്ലെങ്കിൽ നമ്മുടെ സബ്ബാബ എന്ന് പറയുന്ന വിരൽ, സബ്ബാഹത്ത് അല്ലെങ്കിൽ സബ്ബാബത്ത് വിരൽ, അത് നമ്മുടെ ചൂണ്ടുവിരൽ, അതുകൊണ്ട് ചൂണ്ടുക. അപ്പോൾ ഹിൻസറും ബിൻസറും അത് വലത് കൈയിൻ്റെ ചെറുവിരലും മോതിരവിരലും അത് ചുരുട്ടിപ്പിടിക്കുക.
പിന്നെ ഇബ്ഹാമും ഉസ്തയും. ഇബ്ഹാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മധ്യവിരൽ, ഉസ്ത എന്ന് പറഞ്ഞാൽ ഇബ്ഹാം എന്ന് പറഞ്ഞാൽ തള്ളവിരൽ, ഉസ്ത മധ്യവിരൽ. അതുകൊണ്ട് തഹ്ലീഖ് വൃത്താകൃതിയിൽ പിടിക്കുക. എന്നിട്ട് പിന്നെ സബ്ബാബ അല്ലെങ്കിൽ സബ്ബാഹ എന്ന് പറയുന്ന വിരൽ, ചൂണ്ടുവിരൽ, അതുകൊണ്ട് നമ്മൾ ചൂണ്ടുക. പിന്നെ അള്ളാഹ് എന്നുള്ള പരാമർശം വരുന്നിടത്ത് അത് ഇളക്കുക. ആ വിഷയത്തിൽ വൈൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ് ബലപ്പെട്ടതാണ്. ഇതൊക്കെ എന്താണ്? നമസ്കാരത്തിൽ പ്രവൃത്തിയാലുള്ള നമ്മളുടെ മുസ്തഹബായ കർമ്മങ്ങളാണ്, പ്രതിഫലാർഹമായ സുന്നത്തായ കർമ്മങ്ങളാണ്. പിന്നെ ഒന്നാമത്തെ തശഹൂദിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തിരിക്കുക. രണ്ടാമത്തെ തശഹൂദിൽ തവർറുക്കിൻ്റെ ഇരുത്തിരിക്കുക. തവർറുക്കിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഊരഭാഗം അത് നിലത്ത് വെച്ച് വലതുകാല് നാട്ടിക്കുത്തി, ഇടതുകാല് ആ നാട്ടിക്കുത്തിയ വലതുകാലിന് ചുവട്ടിലോ അല്ലെങ്കിൽ വലതുകാലിന് മുകളിലോ വെച്ച് കൊണ്ടുള്ള ഇരുത്തം, അതാണ് തവർറുക്കിൻ്റെ ഇരുത്തം എന്ന് പറയുന്നത്. ഈ ഇരുത്തം രണ്ടാമത്തെ തശഹൂദിൽ നിർവഹിക്കൽ എന്താണ്? അങ്ങനെ ഇരിക്കുന്നത് സുന്നത്താണ്. ഒന്നാമത്തേതിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ് ഈ തവർറുക്കിൻ്റെ ഇരുത്തവുമായി ബന്ധപ്പെട്ട്. ചിലർ പറഞ്ഞത് എല്ലാ അവസാനത്തെ തശഹൂദിലും തവർറുക്കിൻ്റെ ഇരുത്തമാണ് വേണ്ടത്. ആദ്യത്തെ ഇതും പിന്നെ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തവും അത് ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് വേണ്ടത്. പക്ഷെ ശരിയോടടുത്ത അഭിപ്രായം രണ്ട് തശഹൂദുള്ള നമസ്കാരമാണ് എങ്കിൽ ഒന്നാമത്തെ തശഹൂദ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തവും അവസാനത്തേത് തവർറുക്കിൻ്റെ ഇരുത്തവും എന്നുള്ളതാണ്. ഇപ്പോൾ മഗ്രിബ്, ഇഷ, ബുഹ്ർ, അസർ പോലുള്ളതായ നമസ്കാരങ്ങളിലാണ് തവർറുക്കിൻ്റെ ഇരുത്തം വരിക. കാരണം അതിൽ രണ്ട് തശഹൂദുണ്ട്. അപ്പോൾ അവസാനത്തേത് തവർറുക്കിൻ്റേത്. എന്നാൽ സുബ്ഹി അതേപോലെ മറ്റു സുന്നത്ത് 2 റക്അത്തിനുള്ള നമസ്കാരങ്ങളിലൊക്കെ ഇരുത്തം ഇഫ്തിറാഷിൻ്റേതാണ് എന്നുള്ളതാണ്. ഇരിക്കുമ്പോൾ വിരൽ സബ്ബാഹ അല്ലെങ്കിൽ സബ്ബാബ വിരൽ ചൂണ്ടുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആ സമയം ചൂണ്ടിയ വിരലിൻ്റെ ഭാഗത്തേക്ക് നോക്കുക എന്നുള്ളത്, ആ വിരൽ ചൂണ്ടിയതിലേക്ക് നോക്കുക എന്നുള്ളത്, അതിനെ നോട്ടം വിട്ട് കിടക്കാതിരിക്കുക എന്നുള്ളത് മുസ്തഹബായ അമലാണ്. ഇതേപോലെ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുമ്പോൾ വലതുഭാഗത്തേക്ക് മുഖം തിരിക്കുക, അതേപോലെ ഇടതുഭാഗത്തേക്കും തിരിക്കുക. സലാം വീട്ടൽ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ സലാം വീട്ടൽ റുക്കിനാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാൻ. രണ്ടാമത്തെ സലാം വീട്ടുന്നതിനെക്കുറിച്ച് ഗ്രന്ഥകാരൻ ഇത് വാജിബാണെന്ന് പറഞ്ഞു, അത് മുസ്തഹബാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. എന്തായാലും ആ സലാം വീട്ടുന്ന സന്ദർഭത്തിൽ മുഖം തിരിച്ച് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും നോക്കുന്നത് അത് പ്രതിഫലാർഹമായ മുസ്തഹബായ അമലാണ് നമസ്കാരത്തിൽ. ജൽസത്തുൽ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്ന് പറയുന്ന ഇരുത്തം, അത് ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ, മൂന്നാമത്തെ റക്അത്തിൽ നിന്ന് നാലാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ, പിന്നെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തുള്ള ഇരുന്ന് എഴുന്നേൽക്കുക എന്നുള്ള ആ ഒരു ഇരുത്തത്തിനാണ് ജിൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയുന്നത്. ആ ജിൽസത്തുൽ ഇസ്തിറാഹ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പായിട്ട് അത് മുസ്തഹബാണ്, നമസ്കാരത്തിൽ സുന്നത്തായ കർമ്മമാണ് എന്ന് പല പണ്ഡിതന്മാരും ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ പല പണ്ഡിതന്മാരും അത് പ്രത്യേകം സുന്നത്തല്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആദ്യകാലങ്ങളിലൊന്നും നമസ്കരിച്ചിട്ടില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാർദ്ധക്യ സഹജമായ കാലത്ത് പിന്നെ നേരിട്ട് എഴുന്നേൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ പ്രയാസം വന്നപ്പോൾ ഇരുന്ന് എഴുന്നേൽക്കുക എന്നുള്ള രീതിയാണ് സ്വീകരിച്ചത്. ആ വിഷയത്തിൽ മാലിക് ഇബ്നുൽ ഹുവൈരിസ്, അബൂ ഹുമൈദിൻ ഇസ്സാഇദി, അബൂ ഹുറൈറ തുടങ്ങിയിരുന്നൊക്കെ ഹദീസുകൾ 10-16 സഹാബികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഇരുന്നു എന്നുള്ള റിവായത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഇരിക്കുക എന്നുള്ളതാണ്, അല്ലാതെ മൊത്തത്തിൽ എല്ലാ സമയത്തും ഇരിക്കുക എന്നുള്ളത് സുന്നത്തല്ല എന്ന് പല പണ്ഡിതന്മാരും ഉണർത്തിയിട്ടുണ്ട്. എന്തായാലും ആവശ്യമാണ് എങ്കിൽ ഇരുന്ന് എഴുന്നേൽക്കുക, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഇരിക്കുക എന്നുള്ളത് തിരിച്ചര്യയിൽ വന്നിട്ടുള്ള വിഷയമാണ്. ഏതായാലും നമസ്കാരത്തിന് നമ്മുടെ ഗ്രന്ഥകാരൻ പറഞ്ഞു മുസ്തഹബായ അമലുകളുണ്ട്, അതിൽ ഖൗലുമുണ്ട് ഫിഅലുമുണ്ട്. അതിൻ്റെ ഏതാനും ഉദാഹരണങ്ങൾ ഇവിടെ ഗ്രന്ഥകാരൻ വനഹ്വി ദാലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇവിടെ പിന്നെ മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. ഗ്രന്ഥകാരൻ പറഞ്ഞു അറാബിഉ അൽ മുസ്തഹബ്ബു മിൻഹു ഖൗലുൻ കൽ ഇസ്തിഫ്താഹി വത്തഅവ്വുദി വൽ ബസ്മല വമാ സാദ അനിൽ മർറതി ഫി തസ്ബീഹി വസുആലിൽ മഗ്ഫിറ വനഹ്വി ദാലിക് വമിൻഹു ഫിഅലുൻ കർറഫ്ഇ വൽ വദ്ഇ വനഹ്വി ദാലിക്. ഇതാണ് പിന്നെ ഗ്രന്ഥകാരൻ്റെ വരികൾ. നമ്മളത് ഇതിൻ്റെ ഉദാഹരണങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത ക്ലാസ് നമസ്കാരത്തിൽ മുബാഹായ കാര്യങ്ങൾ എന്ത്, മക്രൂഹായ കാര്യങ്ങൾ എന്ത്, മുഹറമായ കാര്യങ്ങൾ എന്ത് എന്നിവയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് തുടർന്ന് പഠിക്കാം. ബിമശിയത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ നമുക്ക് ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.